ലാലേട്ടൻ്റെ അമ്മ മരിച്ചപ്പോൾ സഞ്ജയനത്തിൻ്റെ ഇത് കാർഡ് ഇറങ്ങിയിട്ടുണ്ട്. സഞ്ജയത്തിൻ്റെ കാർഡിൽ ബന്ധുമിത്രാദികൾ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ മോഹൻലാലിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ശേഷം ബന്ധുമിത്രാദികൾ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ശരിയായുള്ളൊരു നടപടിയല്ല എന്നാണ് സോഷ്യൽ മീഡിയ പറയണത്. ലാലേട്ടൻ്റെ ബന്ധുക്കൾ തന്നെ അങ്ങനെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സഞ്ജയനം കർമ്മത്തിൻ്റെ ആ ഒരു പത്രികയിൽ ലാലേട്ടൻ്റെ പേര് മാത്രം വെച്ചാൽ പോരാ. ആ അമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു, പാരിലാൽ. അത് മോഹൻലാലിൻ്റെ മൂത്ത ചേട്ടനാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേര് വയ്ക്കണ്ടേ? ആ അമ്മയുടെ ചെറുമകനാണ് നമ്മുടെ പ്രണവിൻ്റെ പേര് വയ്ക്കണ്ടേ? അതുപോലെ തന്നെ ചെറുമക്കൾ 2 പേരുണ്ട്. മകളുടെ പേര് വയ്ക്കണ്ടേ? ലാലേട്ടൻ്റെ ഭാര്യയുടെ പേര് വയ്ക്കണ്ടേ? ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ലാലേട്ടൻ്റെ പേര് മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പത്രിക എല്ലാവർക്കും കൊടുത്തത് വളരെ തെറ്റായുള്ളൊരു പരിപാടിയാണ്. അത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവത്തിൽ സോഷ്യൽ മീഡിയ ഇടപെട്ടു. സോഷ്യൽ മീഡിയ ലാലേട്ടനെ നഖശികാന്തം എതിർത്തു. ലാലേട്ടൻ ഈ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് കേൾക്കുന്നവർക്ക് അത് സത്യമായിട്ട് തോന്നണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ഇങ്ങനെ ഒരു ഏകാധിപതി ആവാൻ കാരണം പറയാൻ പാടില്ലല്ലോ. ആ അമ്മ മരിച്ച ആ അമ്മ ഇപ്പോൾ ലാലേട്ടൻ്റെ ചേട്ടൻ്റെ ആത്മാവിൻ്റെ കൂടെ ചേർന്നിരിക്കണം. അപ്പോൾ ലാലേട്ടൻ ഇവിടെ ചിന്ത ചെയ്താലും അവരത് കാണുന്നുണ്ട്, അമ്മയും ചേട്ടനും. അപ്പോൾ അമ്മയും ചേട്ടൻ്റെയും മനസ്സിൽ വലിയൊരു വിഷമം വരില്ലേ? അതൊരു വേർതിരിവായിട്ട് കാണും. അങ്ങനെ ഒരു വേർതിരിവായിട്ട് കാണാൻ പാടില്ല ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകരുള്ളൊരു വലിയൊരു നടനാണ്. ആ നടൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു തെറ്റ് പോലും വരാൻ പാടില്ല. നമുക്കൊക്കെ എന്തും ആവാം. എന്ത് തെറ്റ് ചെയ്താൽ ആരറിയണം? നമ്മളൊക്കെ ഒരു പഞ്ചായത്തിന് പോലും ഒരു വാർഡിൽ പോലും എല്ലാവരും അറിയാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പം നമുക്കൊക്കെ ഒരു ചുക്കും ചുണ്ണാമ്പും തേങ്ങയുമില്ല. അതുപോലെ അല്ലല്ലോ ലാലേട്ടൻ കുറച്ചുകൂടി വകതിരിവോടെ പെരുമാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം.